നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 410th day. Today 10th sloka of 6th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 410ാം ദിവസം. ഇന്ന് 6ാമത്തെ അധ്യായത്തിലെ 10ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ പ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 6ാമത്തെ അധ്യായത്തിലെ 10ാമത്തെ ശ്ലോകം. നാവകാശകഥാചിച്ചേ ദിനമാത്രം തഥാഭിതു സർവദാഗമനം കാര്യം ക്ഷണോത്രൈവ സുദുർലഭ. നാവകാശകഥാചിച്ചേ ദിനമാത്രം തഥാഭിതു സർവദാഗമനം കാര്യം ക്ഷണോത്രൈവ സുദുർലഭ. ഓം തത്സത്. ശ്രീ സനകാദികൾ നാരദാദികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എപ്രകാരമാണ് ക്ഷണക്കത്ത് എഴുതേണ്ടത് എന്ന്. കഴിഞ്ഞ 2 ശ്ലോകത്തിൽ പറഞ്ഞിട്ട് വീണ്ടും പറയുകയാണ്. ഇങ്ങനെ 7 ദിവസം സംഗതിവശാൽ 7 ദിവസം ഇവിടെ ഇരുന്ന് ഈ സപ്താഹം കേൾക്കാൻ സാധിക്കുകയില്ല എന്നുണ്ടെങ്കിൽ 1 ദിവസമെങ്കിലും എന്തായാലും വരണം. വളരെ അപൂർവമായിട്ടുള്ള ഈ അവസരം ഉപയോഗിക്കണം. 1 ദിവസമെങ്കിലും വന്ന് ഈ ശ്രീമദ് മഹാഭാഗവതത്തിൽ നിങ്ങൾ പങ്കുചേരണം എന്ന് പറയണം എന്ന് പ്രേമത്തോടുകൂടി അതിൽ എഴുതണം എന്നാണ് പറയുന്നത്. വളരെ ദുർലഭമായി ലഭിക്കുന്ന ഈ ശ്രീമദ് മഹാഭാഗവത സപ്താഹ ശ്രവണം നഷ്ടപ്പെടുത്താൻ പാടില്ല. നിങ്ങൾക്ക് സംഗതിവശാൽ ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങൾ, ഗൃഹകാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്രകാരം വല്ല സംഗതിവശാൽ നിങ്ങൾക്ക് 7 ദിവസവും ഇരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ 1 ദിവസമെങ്കിലും കുറച്ച് സമയമെങ്കിലും വന്ന് ഇവിടെ ഇതിൽ പങ്കെടുക്കണം എന്ന് പ്രത്യേകം ആ ക്ഷണക്കത്തിൽ എഴുതണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ 7 ദിവസം വരാൻ പറ്റിയില്ല, അതുകൊണ്ട് വരുന്നില്ല എന്ന് ആരും ചിന്തിക്കരുത്. 1 ദിവസമെങ്കിലും വന്ന് പങ്കുചേരുവാൻ അവരെ ക്ഷണിക്കണം എന്നാണ് ഈ കത്തിൽ എഴുതണം എന്നാണ് സനകാദികൾ പറഞ്ഞു കൊടുക്കുന്നത്. ആ ഭാഗവത ശ്രവണത്തിൻ്റെ മുഖ്യത്വം ആണ് പറയുന്നത്. ശ്രീഭാഗവത പീയൂഷ പാനായ രസ, അതായത് ശ്രീമദ് മഹാഭാഗവതമാകുന്ന ആ അമൃത് കുടിക്കുവാൻ ഇഷ്ടപ്പെടുന്ന മഹത്തുക്കളെ ഇപ്രകാരം പറഞ്ഞ് ക്ഷണിക്കണം. എന്തുകൊണ്ടെന്നാൽ അത്രയ്ക്കും മഹത്വമേറിയതാണ്. ദേവന്മാർ അമൃത് കൊണ്ടുവന്നിട്ട് പകരം നൽകാം, ഈ ശ്രീമദ് മഹാഭാഗവതം നൽകൂ എന്ന് പറഞ്ഞിട്ട് അമൃതിന് പകരമായി ശ്രീമദ് മഹാഭാഗവതത്തിന് പകരമായിട്ട് ഈ ലോകത്ത് ഒന്നും തന്നെ ഇല്ല. ശ്രീമദ് മഹാഭാഗവതം അത്രയ്ക്കും ഉത്തമമാണ് എന്ന് ആദ്യം തന്നെ പരാമർശിച്ചിട്ടുണ്ട്. അത്രയ്ക്കും മഹത്തായ ആ ശ്രീമദ് മഹാഭാഗവതം ശ്രീകൃഷ്ണത്തിൻ്റെ തന്നെ സ്വരൂപമാണ് ശ്രീമദ് മഹാഭാഗവതം. ആ മഹാഭാഗവതം 7 ദിവസം വരാൻ പറ്റിയില്ലെങ്കിൽ 1 ദിവസമെങ്കിലും വന്ന് പങ്കെടുക്കണം എന്ന് ക്ഷണക്കത്തിൽ എഴുതണം എന്നാണ് സനകാദികൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. നാവകാശകഥാചിച്ചേ ദിനമാത്രം തഥാഭിതു സർവദാഗമനം കാര്യം ക്ഷണോത്രൈവ സുദുർലഭ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ. ഓം തത്സത്.